പയ്യന്നൂരിലെ രാഷ്ട്രീയ വിവാദങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുമോ? യുവാക്കൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും പറയാനുള്ളത് കേൾക്കാം. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മണ്ഡലം ചുറ്റും മഹിളകളിൽ അനുജ രാജേഷും സ്മിത ഹരിദാസും തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. നമ്മൾ എത്തിയിരിക്കുന്നത് പയ്യന്നൂർ മണ്ഡലത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ CPIMന്റെ ശക്തമായ കോട്ടയാണ്. ഈ കഴിഞ്ഞ നാളുകൾ വരെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു സഖാവ് ഇത്തവണ വിമതൻ എന്ന രീതിയിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDFന്റെ പിന്തുണയോടെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നുള്ളതാണ്. വി കുഞ്ഞികൃഷ്ണൻ. അതെ, വി കുഞ്ഞികൃഷ്ണൻ. ഇത്തവണ അത് ഈ പാർട്ടിക്കിടയിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമോ? വോട്ട് മറയുമോ അല്ലെങ്കിൽ സ്വാധീനിക്കുമോ? അദ്ദേഹം പറയുന്നതിനെ പാർട്ടി അണികൾ തന്നെ മുഖവിലേക്കെടുക്കുമോ, ജനങ്ങൾ മുഖവിലേക്കെടുക്കുമോ? നമുക്ക് നോക്കാം. ഇത്തവണ ആർക്കൊപ്പം നിൽക്കും മണ്ഡലം? LDF തന്നെ. പക്ഷെ ഇപ്പൊ ഈ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ വി കുഞ്ഞികൃഷ്ണൻ തന്നെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അത് ഏതെങ്കിലും തരത്തില് വോട്ടേഴ്സിനെ സ്വാധീനിക്കുമോ? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാല് ശരിക്കും ചിന്തിച്ചിട്ടേ ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തും. നമ്മുടെ ഈ പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ 10-28 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ആയാലും നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള പ്രതിനിധി എല്ലാം CPM ആണ്, ഇടതുപക്ഷമാണ്. അപ്പം അങ്ങനെ കളക്റ്റീവ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടും ഈ 10-28 വർഷ കാലയളവിൽ ഇവിടെ ഒരു അടിസ്ഥാന വികസനം പോലും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ, ഇവിടെ ഒരു ഹൈജീനിക്കായ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല, ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല. അങ്ങനെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ പോലും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ പദ്ധതികൾ ഒരുപാട് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു യൂത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ IT പാർക്ക്, ഇവിടെ ഒരു എരമം പഞ്ചായത്തിൽ ഒരു IT പാർക്ക് പ്രഖ്യാപിച്ചു. അതൊക്കെ ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം പോലും ഇവിടെ വെറും തൂണുകളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടക്കാതെ വികസന മുരടിപ്പാണ് ഈ പയ്യന്നൂർ എന്നുള്ളതാണ്. സമീപ മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം ഭരിക്കുന്ന മണ്ഡലങ്ങൾ തന്നെ ഉള്ള സ്ഥലങ്ങളിലുള്ള വികസനം പോലും പയ്യന്നൂരിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഒരു മാറ്റം വേണം. അപ്പൊ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഏകപക്ഷീയമായ ഭരണം പോരാ. ഈ ഭരണമാറ്റത്തിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ജനാധിപത്യം സംരക്ഷിച്ച് ഈ ഭരണമാറ്റം ഉണ്ടായാൽ മാത്രമേ പയ്യന്നൂർ വികസനം കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ പയ്യന്നൂർ പാർട്ടിക്കോട്ട എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ പാർട്ടിക്കോട്ടയായിട്ട് ഇരിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ എന്നതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു അപ്രമാദിത്വം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ലഭിക്കുന്നത് നല്ലതാകില്ല എന്നൊരു അഭിപ്രായമാണ് രണ്ടുപേരും പ്രകടിപ്പിച്ചത്. ഒപ്പം ജെൻസിയുടെ ഒരു അഭിപ്രായവും നമ്മൾ കേട്ടു. മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം കൂടി നമുക്ക് തേടാം. നിങ്ങളുടെ ധാരണ എന്താ? ഞങ്ങളുടെ ധാരണ LDF ജയിക്കും. അല്ല, ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ LDF നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. അല്ല, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ലേ ഒരു ആശങ്ക ഈ പയ്യന്നൂരിനെ സമയത്തോളം ഇല്ലാന്നുള്ളതാണ്. കാരണം ഇവിടെ ഈ നമ്മുടെ പാർട്ടിയിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം അയാൾക്ക് എതിരാണ്. ഈ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന മുഴുവൻ ആളുകളും അയാൾക്ക് എതിരാണ് എന്നതാണ് നമ്മൾ നാട്ടിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന വിഷയം. ചേട്ടാ, വലിയ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. കൂടും. എന്താ സംശയം നിങ്ങൾക്ക്? പയ്യന്നൂരാണ്. അപ്പൊ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കുള്ള സമയമാണല്ലോ. നല്ല വെയിലും. അതെ, നല്ല പൊരിഞ്ഞ വെയിലാണ്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് അങ്ങനെ ആ ഒരു വശത്ത് അതുകൊണ്ട് നമ്മുടെ പയ്യന്നൂര് തന്നെ നമ്മൾ അടുത്ത ഇടത്തേക്ക് പോവുകയാണ്. ഇനി സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മൾ അവരുടെയൊക്കെ വിശേഷങ്ങൾ എന്താണ്, അവരുടെ പ്രതീക്ഷകൾ എന്താണ്, അതൊക്കെ പങ്കുവെച്ച് നമ്മൾ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.